ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി ഈ മോട്ടലിനെ വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല, അതായത് സമയം കിട്ടിയില്ല. ഫുള്ള് തിരക്കായിരുന്നു, കുക്കിങ്ങും പിള്ളേർക്കുള്ള ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടെ. ഇന്നലെ കിടന്നപ്പോൾ തന്നെ ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി നിന്ന ഹോട്ടൽ എങ്ങനെയാണെന്നുള്ളത്. ഇതുണ്ടോ, മോട്ടൽ സൺഷൈൻ കോസ്റ്റ്. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നോക്കിയേ, വീട്ടിൽ കൊണ്ട് നല്ല രീതിയിൽ കഴിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ കൂടി തന്നെ ഈ സൈഡിലും കൂടി കയറാൻ വേണ്ടി പറ്റും, പിന്നെ ഈ ഫ്രണ്ടിലും കൂടി കയറാം. അപ്പം ഫ്രണ്ടിൽ കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ബില്ലിയാർഡ്സ് പോലെ ചെറിയ സെറ്റപ്പ്, പിന്നെ ഒരു വലിയൊരു TV, ഒരു കൗച്ച്, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ അവിടെ എന്താ പറയുക, ഒരു ലോണ്ട്രി, നമുക്കവിടെ പൈസ ഇട്ട് വാഷ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡൈനിങ് റൂം, നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ ആ കിച്ചൺ ഞാൻ ഇന്നലെ കാണിച്ചതല്ലോ. സൂപ്പറാണ്. പുറത്തേക്ക് നമ്മൾ ഈ കിച്ചൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഫുൾ ഡെക്കെല്ലാം ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ഒരു TV ഉണ്ട്, ഒരു എന്താ പറയുക, കിച്ചൺ സിങ്കെല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ഫോർ ഓൾ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പാലും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഫോർ റെസിഡൻസ്, നമ്മളുടെ ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ പേരെഴുതി ഡേറ്റ് എഴുതി അതിൻ്റെ അകത്ത് വെക്കാവേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ റൂമിലേക്ക് പോകുന്നതിട്ട് കൗച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവിടെയുണ്ട് ടോയ്ലറ്റ്, ഷവർ ടോയ്ലറ്റ് അവിടെയാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ റൂംസ് എല്ലാം. അപ്പോൾ നമുക്ക് റൂം നമ്പർ 19 കിട്ടിയത്. അപ്പം ടോയ്ലറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരി നടപ്പുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പറഞ്ഞ പോലെ വെൽ സെറ്റപ്പാണ്, അതായത് നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. ഈ ഹോട്ടലിൻ്റെ കേസിൽ വലിയ പൈസയും പറയാനില്ല, $104 കേട്ടോ. എന്നാലും നമുക്ക് ബേബിക്കും ലൂക്കാസിലിരുന്ന് TV കാണുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മുടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു കേട്ടോ. വെക്കേറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ദിവസമാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത്. ഈ നാളെ തുടങ്ങി നമ്മൾ റിട്ടേൺ പോവുകയാണ് സൗത്തിലോട്ട്, നമ്മളുടെ മെൽബണിലോട്ട്, ബെൽറാറ്റിലേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഇത്ര നാൾ മൗണ്ടൻസും പിന്നെ സിറ്റിയും അങ്ങനെയൊക്കെ ആണ് കവർ ചെയ്തത്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ബീച്ച് കൂടി ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ചേ. അപ്പോൾ നമ്മൾ സൺഷൈൻ കോസ്റ്റിൽ നല്ല അടിപൊളി ബീച്ചസ് ഉള്ള ഒരു സ്ഥലമാണ്, നമുക്ക് അവിടെ പോകാട്ടോ. പിന്നെ അതുകൂടാതെ നമ്മൾ ഇന്നലെ നിന്ന് അക്കോമഡേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും സൺഷൈൻ കോസ്റ്റിൽ വന്ന് നിൽക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്കോമഡേഷൻ ബെസ്റ്റ് ആട്ടോ. അതായത് പൈസ കുറവാണ്, $104 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ $91 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തോ ഒരു പ്രശ്നം കാരണം അത് $104 ആയി. പിന്നെ അപ്പോൾ ചീപ്പാണ്, എന്നാൽ നല്ല ഓർഗനൈസ്ഡ് ആണ്, നല്ല ക്ലീൻ ആണ്, അടിപൊളിയാണ്. നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു മോട്ടലായിരുന്നു കേട്ടോ. അത് തൊട്ട് ബാക്കി തന്നെ ആൽഡി അല്ലേ? അപ്പോൾ സൺഷൈൻ കോസ്റ്റിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മോട്ടലാണ് ഈ മോട്ടൽ സൺഷൈൻ കോസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബീച്ചിലേക്ക് വണ്ടി എടുക്കാം. എന്തായാലും നമ്മളിപ്പോൾ പോകുന്ന ബീച്ചിന്റെ പേര് കൊളോറാഡോയോ? കലുണ്ട്ര. അത് ഇവിടുന്ന് 7 മിനിറ്റേ ഉള്ളേ കാറിന് ഡ്രൈവ്. അങ്ങനെ നമ്മൾ അടിപൊളി ബീച്ചിലേക്ക് എത്തിയട്ടാ. കൊളോണ്ട്ര അല്ലേ? കൊളോണ്ട്ര ബീച്ച് കേട്ടോ. അല്ല, കൊളോണ്ട്ര സ്ഥലത്തിന് ഒരു ബുൾകോക്ക് ബീച്ച്, അതാണ് എന്റെ പേര്, ബുൾകോക്ക് ബീച്ച്. അടിപൊളി കിടുക്കാച്ച സ്ഥലം. ഫ്രണ്ട്സ്, നല്ല കിടിലൻ ലൊക്കേഷനാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. നമ്മൾ ഈ ട്രോപ്പിക്കൽ വെതറിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ചെടികളും മരങ്ങളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടാണ്. ഇത് കണ്ടോ നിങ്ങള്? ഈ ചെടിയൊക്കെ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, നാട്ടിലും ഗൾഫിലും കണ്ടിട്ടുണ്ടേ. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ബാക്കി അയർലാൻഡൊന്നും പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇതാണ് മരം. Our hearts beat to the city streets. We began to feel the fire. And we touched the water and it's freezing cold. We rise like ഫ്രണ്ട്സ്, ഇത് ബീച്ചിന്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ വെള്ളം കയറി കിടക്കുവാണ്. കണ്ടോ, അപ്പുറത്തൊരു ലാൻഡ് ഉണ്ട്, അതിനപ്പുറത്താണ് ശരിക്കും കടൽ കേട്ടോ. കണ്ടോ, നമ്മൾ ഷിപ്പ് പോകുന്നുണ്ടോ അപ്പുറത്തൂടി. അതേസമയം നമ്മളിപ്പോ നിൽക്കുന്ന ഈ വെള്ളത്തിൽ, ഈ ഒരു തടാകം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഈ ഒരു പുഴയില് ബോട്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടലായിട്ട് കണക്റ്റഡ് ആണ് ഒരു സൈഡിൽ കൂടി. കണ്ടോ, സമയം കാലത്തെ 11 മണി ആവാനായിട്ടാ. നമ്മളുടെ അക്കോമഡേഷനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ സീരിയൽസ് കഴിച്ചിട്ട് ഇറങ്ങിയത്. പക്ഷേ 11 മണിയായപ്പോൾ വീണ്ടും വിശന്നു. അപ്പോൾ നമ്മൾ റാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ട്യൂണ റാപ്പ്. ഈ രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 8 എണ്ണം വെച്ച്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോകാവേ.
rise like tall buildings as the chemicals they take us higher. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കൊളറാഡോ ഓക്കെ കൊളാൻഡ്ര അങ്ങനെ നമ്മൾ കൊളാൻഡ്ര ബീച്ചിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെറിയൊരു ബീച്ച്, നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഓക്കെ, കൊളാൻഡ്ര, ഇതും കൊളാൻഡ്ര അല്ലേ? ഓക്കെ, സെക്കൻഡ്. ഓക്കെ, നമ്മൾ ആദ്യം പോയ ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത കിങ്സ് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 2-3 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുണ്ട്. അത് 1-2 കിലോമീറ്റർ താഴെ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളേ. നമ്മൾ ഈ ബീച്ചിലേക്ക് വന്നേക്കാണ്. ഇത് കിട്ടില്ല ബീച്ചാണ്, ഇത് വേറെ ആംബിയൻസ് ബീച്ച്. മറ്റേതൊരു സൈലന്റ് ആയിരുന്നു, അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ, നല്ല റഷുള്ള ഒരു ബീച്ചാണ്. പിന്നെ കൂടുതൽ പിള്ളേർ കളിക്കാനുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. കാണിച്ചിട്ടോ, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിള്ളേരുടെ ഡ്രസ്സ് മാറ്റി, ലൂക്കാസിന്റെ ഡ്രസ്സ് മാറ്റി അവൻ ഓൾറെഡി അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, പാരാഗ്ലൈഡിങ് എല്ലാം ഉണ്ട്, ഇതുണ്ടോ? അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബീച്ച്. ഞാൻ വിചാരിച്ച അത്ര തിരക്കില്ല, എങ്കിലും അത് ഈ പറഞ്ഞ ഇട ദിവസമാണല്ലോ, ഇന്നൊരു വ്യാഴാഴ്ചയാണ്, അതാണ് അത്ര തിരക്കില്ലാത്തത്. എനിക്ക് തോന്നുന്നു വീക്കെൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു പൂളാട്ടോ, ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു പൂൾ ഉണ്ടാക്കിയിട്ടേക്കുവാണേ. അപ്പോൾ ഇത് ഫ്രീ ആണ്, നമുക്ക് കയറി എന്തായാലും അതിൻ്റെ അകത്ത് സ്വിം ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇപ്പോൾ ഇതാണ് പൂൾ എൻട്രൻസ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാവേ. She puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running. അങ്ങനെ നമ്മള് ബീച്ചിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വലയിൽ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയതാണ് എന്താ സംഭവം എന്നുള്ളത്. നോക്കുമ്പോഴാണടാ അടിപൊളി ഫിഷ് നിറച്ച് വെച്ചേക്കുക. അവര് വല ഇപ്പൊ ശരിയാക്കണേ, വലയിട്ട് പിടിച്ചേക്കണേ. മീൻ ഇതുണ്ടോ നിറച്ചല്ലേ. അങ്ങനെ കിങ്സ് ബീച്ച് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുട്ടാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് വിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാവേ. അങ്ങനെ പിള്ളേർ കുളിച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി നമ്മളിനി വണ്ടി എടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണേ. അങ്ങനെ നമ്മൾ മുലൂലാബ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണല്ലേ മുലൂലാബ സ്പ്ലിറ്റ്, പിന്നെ സീ ലൈഫ് ഫിഷറീസ് പ്രസിന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അക്വാ ഡക്ക്, കരയിലും ഓടും വെള്ളത്തിലും ഓടും, അങ്ങനെ ഒരു ജീവി. അങ്ങനെ നമ്മൾ യോട്ടുകൾ പാർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയേക്കോണേ. ഇതുണ്ടോ എന്റെ ബാക്കില്. ഇതുണ്ട് ഈ യോട്ടുകളുടെ പ്രത്യേകത. അതായത് എഞ്ചിൻ ഉണ്ട്, പ്ലസ് പായയുടെ, അതായത് കാറ്റിന്റെ സഹായത്തോടെയും ഇത് മൂവ് ചെയ്യും. ഫ്രണ്ട്സ്, ഇതുണ്ടോ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, അതിനകത്ത് ഹിന്ദി പാട്ട് വെച്ചിട്ടുണ്ട് അവർ. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് നടക്കുമ്പോഴത്തേക്കും അവിടെ പിള്ളേർ കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് കേട്ടോ. ഇത് കണ്ടോ, നമ്മളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങുവാണേ. അടിപൊളി കേട്ടോ. ഓരോ ബീച്ചിനും പല പല ആംബിയൻസ് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ കണ്ടത് കേട്ടോ. നമ്മൾ അത് ക്ലൈമറ്റ് മാറിയിട്ടിരിക്കും, ലൈറ്റ് ഡിഫറെൻ്റ് ആയത്. ആദ്യമേ പോയപ്പോൾ ഉള്ള ബീച്ചിൽ അവിടെ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം പക്ഷെ നല്ല ക്ലീൻ ബീച്ചായിരുന്നു. രണ്ടാമത് പോയ ബീച്ച് കുറച്ചുകൂടെ തിരക്കുണ്ടായിരുന്നു. അവിടെ കുറച്ചുകൂടെ പിള്ളേർക്കുള്ള റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്രൗഡഡ് ആണ്. ഈവൻ ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് പോലും അത്യാവശ്യം ക്രൗഡഡ് ആണ്. എന്നാൽ വേറൊരു ആംബിയൻസ് അടിപൊളി. നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് കയറി, റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ ഒന്ന് നടക്കാൻ വിചാരിച്ച സ്ട്രീറ്റിലൂടെ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും കുറേ കടകൾ. അപ്പോൾ അടുത്ത ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള കുറേ കടകളാണ്. അതായത് എന്താണ്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഡ്രസ്സ് കടകളൊക്കെ ഉണ്ട് കേട്ടോ. റാപ്പും ബർഗറും ഫിഷ് ആൻഡ് ചിപ്സും എല്ലാം ഉണ്ട് കേട്ടോ.
ഫ്രണ്ട്സ് ഈ ചെടിയല്ല ഈ മരത്തിന്റെ വേര് കണ്ടോ നിങ്ങള്? ഇതുണ്ടോ? വെറൈറ്റി ആണേ. ഈ അവിടെ നിന്ന് ബീച്ചിൽ ഫസ്റ്റ് പോയിട്ട് റോഡിലേക്ക് കയറി സ്ട്രീറ്റിൽ കൂടി നടന്നു കടയുടെ ഫ്രണ്ടിൽ കൂടിയൊക്കെ എല്ലാം നടന്നു വന്നു. ഇതുണ്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഫുള്ള് പാറകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിള്ളേർ കളിക്കാനുള്ള കുറച്ച് സെറ്റപ്പേ. ഇതുണ്ടോ? അങ്ങനെ നമ്മള് ആ ബീച്ചിൽ നിന്ന് ഇറങ്ങിയട്ടാ. അതായത് നമ്മൾ 3 ബീച്ചിൽ പോയി. ഇപ്പൊ ശരിക്കും എന്താണ് കൊളാൻഡ്രയിലെ ഫസ്റ്റത്തെ ഒരു ബീച്ചിൽ പോയി. അതിനുശേഷം നമ്മള് അത് പോയപ്പോഴത്തേക്കും സൂപ്പറായിട്ട് നമുക്ക് തോന്നിയട്ടാ. നല്ല ക്ലീൻ അടിപൊളി ബീച്ചായിട്ട് നമുക്ക് തോന്നി. നമ്മൾ ചെറായി ബീച്ച് ഓക്കെ, നമ്മൾ കൊച്ചിയിലുള്ള ബീച്ചാണ്. അവിടെ പോയി അങ്ങനെ തോന്നിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ കിങ്സ് ബീച്ചിൽ പോയി. കിങ്സ് ബീച്ചിൽ പോയപ്പോഴത്തേക്കും നമ്മൾ ഇത് സൂപ്പർ ആംബിയൻസ്, അടിപൊളി, വീണ്ടും അടിപൊളിയാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷം നമ്മൾ അടുത്തത് ഇതേതായിരുന്നു ബീച്ച്? മൂലോലാബ. അങ്ങനെ ഒരു പേരോട്ടാ. ഇവിടുത്തെ ഒരു ഫണ്ണി നെയിംസ് ആണ് ഇവിടുത്തെ പേരുകളെല്ലാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കിഡിലൻ ആംബിയൻസ്, സൂപ്പർ ആംബിയൻസ്. ഇനിയിപ്പോ നമ്മൾ മൂന്നാമത്തെ അടുത്ത ബീച്ചിലേക്ക് നമ്മൾ പോകാൻ അറിയില്ല, പോയില്ല എന്നുള്ള മിക്കണം പോയില്ലായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോ ബീച്ചിന്റെ സംഭവങ്ങളാണ് നമ്മളിപ്പോ ഇത്ര നേരം കണ്ടത്. ഇനിയിപ്പോ നമുക്ക് ഉച്ചക്ക് വിശക്കുന്നുണ്ട്. ഭക്ഷണം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടെന്ന്. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണം അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. യാത്രയല്ല, പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ എന്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഒന്ന് കഴിച്ചായിരുന്നു. അല്ലാതെ നമ്മൾ അങ്ങനെ അധികം അല്ലാണ്ട് വേറെ കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ബീച്ചിന്റെ സൈഡ് ആയതുകൊണ്ട് നല്ല ഫ്രഷ് ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടും. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് നമ്മളങ്ങനെ വണ്ടി എടുത്ത് ഫിഷ് ആൻഡ് ചിപ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നല്ല ഹൈ റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കടയുണ്ട്. എന്താ കോയി അങ്ങനത്തെ ഒരു കടയാ പേര്. ചൈനീസ് നല്ല റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് നെറ്റിൽ നോക്കിയപ്പോൾ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാം. അങ്ങനെ നമ്മൾ ഈ ഫിഷ് ആൻഡ് ചിപ്സ് സെന്ററിലെത്തി കേട്ടോ. കോയി ഫിഷ് ആൻഡ് ചിപ്സ് .com അതാണ് കടയുടെ പേര്, കോയി ഫിഷ് ആൻഡ് ചിപ്സ്. നമ്മൾ ഓർഡർ ചെയ്തു വിടാം. ഇപ്പോൾ ഫ്രഷ്ലി കുക്കാണേ. നമ്മളിപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും അവരുണ്ടായിക്കൊണ്ടിരിക്കണേ. ഫ്രഷ് ഫിഷാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫിഷ് ബാറ്ററി ചെയ്ത് കണ്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. മറക്കും ഇതുണ്ടോ, നമ്മൾ 2 എണ്ണം വാങ്ങിച്ചത്. ഒരെണ്ണം പറയാൻ വേണ്ടി ഒരെണ്ണം കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരെണ്ണം കാളാഞ്ചിയും ഒരെണ്ണം വേറെ എന്തൊരു മീൻ കേട്ടോ. എങ്ങനെയുണ്ട് ഫിഷ് ആൻഡ് ചിപ്സ്? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആൻഡ് നല്ല ഫ്രഷ് ഫിഷ്. അപ്പൊ നമ്മള് ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല ഫിഷ് ആൻഡ് ചിപ്സ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അതായത് ഇത്ര ആൾ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ഇന്ന് കഴിച്ച ഫിഷ് ആൻഡ് ചിപ്സ് കേട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തു. ഈ സ്ഥലത്തിന്റെ വരുന്നത് ബുഡീറിം ഫോറസ്റ്റ് പാർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇനി ഒരു 11 മിനിറ്റ്സ് നമ്മൾ വണ്ടി എടുത്ത സ്ഥലത്ത് ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നേ ഡ്രൈവ്. ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു വാക്കിംഗ് ട്രെയിൽസോ ഹൈക്കിങ്ങോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താണ് അവിടുത്തെ സെറ്റപ്പ്. അതെ, നമ്മളങ്ങനെ ബുഡറിം ഫോറസ്റ്റ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തേക്ക് നടന്ന് നോക്കട്ടെ എന്താണ് സെറ്റപ്പ് എന്ന് നോക്കാം. നമ്മൾ മറ്റേ ഗ്ലോവും അല്ല നാച്ചുറൽ ബ്രിഡ്ജിൽ പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന അത്രയും ഭീകരാവസ്ഥ അല്ലെങ്കിൽ ഭീകര അന്തരീക്ഷം ഇവിടെ ഇല്ല. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ബണ്ടറിം ഫോറസ്റ്റ് പാർക്ക്. അപ്പോൾ നമുക്കിവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടേ. അപ്പം നമുക്കെന്തായാലും അത്യാവശ്യം ഇരുട്ടായേ, പക്ഷെ ക്യാമറയിൽ നല്ല തെളിച്ചുകൊണ്ട് അതെന്തായാലും കൊള്ളാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാമല്ലോ. എന്തായാലും രാത്രി വന്നിട്ട് നല്ല ഭീകരാന്തരീക്ഷം ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സ് ഇതുണ്ടോ ആ ഒരു ബ്രിഡ്ജ്, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ എത്തിക്കഴിഞ്ഞെങ്കിൽ വാട്ടർഫോൾ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും കേട്ടോ. ഇവിടെ ചെറുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വാട്ടർഫോൾസ്. ഇതിൻ്റെ അകത്ത് കൂടിയൊക്കെ എല്ലാം വെള്ളം വരുന്നുണ്ട്, നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ പാറകളുടെ ഇടയിൽ കൂടിയെല്ലാം. നമ്മളെന്തായാലും നമ്മളുടെ വാക്കിംഗ് ട്രെയിലിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക്.
അങ്ങനെ നമ്മള് വാട്ടർഫോളിന്റെ അടുത്തെത്തി. നമ്മൾ അടുത്തല്ല, നമ്മളുടെ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നാണ്. ഏകദേശം ഇരുട്ടാവാനായിട്ടാ. അപ്പൊ ഇനി താഴത്തേക്ക് അധികം ഇറങ്ങുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ കാട്ടിൻ്റെ അകത്ത് ഇപ്പോൾ. അപ്പൊ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറിയേക്കാം. എന്തായാലും നമ്മൾ ഇത്രയും വരെ വെള്ളച്ചാട്ടത്തിന്റെ ഇത്രയും അടുത്തേക്ക് എത്തിയല്ലോ. എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് വിട്ടേക്കാവേ. കച്ചൻ പറഞ്ഞു തീർന്നില്ല, അവൻ അതിന് മുന്നേ ചാടി ഇറങ്ങി താഴത്ത്. എടാ ലൂക്കാസോ കയറി പോവാം, കമോൺ കമോൺ. നമ്മൾ വീണ്ടും കാർ പാർക്കിലേക്ക് എത്തി. അതായത് ഇപ്പോൾ നമ്മൾ കാർ പാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലാണ്. നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോയതാണ് ആ വാട്ടർ ഫോളിൻ്റെ അടുത്തേക്ക്. പോവാം ലൂക്കാസാ, പോവാം. അപ്പോൾ ഇന്ന് രാത്രി ട്രീസറെ അമ്മച്ചി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ബ്രിസ്ബെയിനിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ മെൽബണിലേക്ക് ടിക്കറ്റ് എടുത്താൽ അങ്ങനെയാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ ഈ സമയത്ത് ബ്രിസ്ബെയിനിൽ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ബ്രിസ്ബെയിനിലേക്ക് അമ്മച്ചിക്ക് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ രാത്രി 10 മണിയാകുമ്പോൾ അമ്മച്ചി എയർപോർട്ടിലെത്തും. ചെക്കിനെല്ലാം കഴിഞ്ഞ് 10-11 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഇനി അമ്മച്ചിനെയും വിളിച്ചുകൊണ്ട് നമ്മൾ ഇനി നേരെ ബെലറാറ്റിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണത്. അതായത് നേരെ ഒറ്റ പോക്കല്ല, 2-3 ദിവസം പിടിക്കും. അതായത് ഇന്നിപ്പം വ്യാഴാഴ്ച ഒരു അമ്മച്ചിനെ എടുത്തിട്ട് ഒരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യും. പിന്നെ നാളെ ഒരു 8.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യും. അതിനുശേഷം പിന്നെ വീണ്ടും 8.5 മണിക്കൂർ, അങ്ങനെ അത്രയും ഡ്രൈവ്. അങ്ങനെ ഞായറാഴ്ച വൈകിട്ടത്തേക്കാണ് നമ്മൾ വീട്ടിലെത്തുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടക്കൂടി ഞായറാഴ്ച നമുക്കൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പാതി വഴിയിൽ അതും കൂടി അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ബ്രിസ്ബെയിനിൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലോട്ടേക്കാണേ. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു. അപ്പോൾ ക്യാമറ ഫ്രണ്ടിൽ വരാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആളെ കാണിക്കുന്നില്ല. പക്ഷെ എന്തായാലും നമ്മൾ ഇവിടെ വന്ന് രാത്രിത്തെ ഡിന്നർ എല്ലാം കഴിച്ചായിരുന്നേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ക്വീൻസ്ലാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ വീടിന്റെ ബാക്കിൽ ആൾക്കാർ സ്വിമ്മിംഗ് പൂള് പണിതിടുവേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ വീടിന്റെ ബാക്കിൽ സ്വിമ്മിംഗ് പൂള്, വെള്ളം നിറച്ചിട്ടേക്കോണേ. പിന്നെ അവിടെ ചെറിയൊരു മെഷീൻ കണ്ടോ, ആ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂള് ക്ലീൻ ആക്കാനുള്ള മെഷീൻ കേട്ടോ. അത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ആ മെഷീൻ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ക്ലീൻ ആക്കി കൊണ്ടുവരും കേട്ടോ. സമയം വെളുപ്പിന് 4 മണിയായിട്ടാ. നമ്മള് ട്രീസറെ അമ്മച്ചി നാട്ടിൽ നിന്ന് വന്നായിരുന്നേ. അപ്പൊ ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ നിന്ന് നമ്മള് അമ്മച്ചിനെ പിക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ദൂരത്തേക്ക് സൗത്തിലേക്ക് സിഡ്നിയുടെ ഡയറക്ഷനിലേക്ക് നമ്മൾ വന്ന് റൂം എടുത്തേക്കോണേ. വെളുപ്പിന് ഇപ്പൊ 4 മണി 3:30 ആയപ്പോഴാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. അമ്മച്ചി യാത്ര എങ്ങനെ ഉണ്ടായി? അടിപൊളി. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് റെസ്റ്റ് എടുക്കാം. നാളെ കാലത്ത് നമുക്ക് യാത്ര തുടരാം കേട്ടോ.